ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുവെക്കാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ 5 കിലോ വെളുത്തുള്ളി അച്ചാറും അതേപോലെ തന്നെ 5 കിലോ ബീഫ് അച്ചാറും 5 കിലോ ഫിഷ് അച്ചാറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി തൊലി കളഞ്ഞത് വാങ്ങലാണ്. ഞാൻ ചില വീഡിയോസിലൊക്കെ പറയലുണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞ് അങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടും, അങ്ങനെ വാങ്ങിക്കണതാണ് കേട്ടോ. എന്നാലും ചില വീഡിയോയിലൊക്കെ കമൻറ്റ് കാണാം ഈ വെളുത്തുള്ളിയൊക്കെ കൂടെ നിങ്ങൾ എങ്ങനെ തൊലി കളഞ്ഞത് എന്ന് ചോദിക്കണതാണ്. അതൊക്കെ കൂടെ ഒന്നും തൊലി കളയാൻ നമ്മൾക്കൊണ്ട് കഴിയൂല. അല്ലെങ്കിൽ കയ്യൊറൊന്നും ഇടാതെ നമ്മൾ വെളുത്തുള്ളി തൊലി കളഞ്ഞു കഴിഞ്ഞാൽ കയ്യിൻ്റെ എനിക്ക് കിട്ടോ, പ്രത്യേകിച്ച് കയ്യിൻ്റെ വിരലിൻ്റെ അവിടെ ഒരു നഖത്തിൻ്റെ അവിടെ ഒരു നീറ്റലിങ്ങനെ വരും. അപ്പോൾ വെളുത്തുള്ളി തൊലി കളയാൻ ഭയങ്കര മടിയാണ് എനിക്ക്. ആദ്യം കേട്ടോ നമ്മൾ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഗ്ലൗസൊക്കെ ഇട്ടാണ്ട് തന്നെയാണ് ഞാനും വെളുത്തുള്ളി തോലൊക്കെ പൊളിച്ചിൽ. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ വാങ്ങിക്കലാണ് കേട്ടോ. അപ്പോൾ 5 കിലോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി വെച്ചിട്ടുണ്ട്. നല്ല സുഖമാണ് വെളുത്തുള്ളി വാങ്ങിക്കൊണ്ടിരിക്കുക, കഴുകുക, അച്ചാറിടുക, അത്ര പണിയുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി പച്ചമുളകും വേണം. അപ്പം ഇഞ്ചി ഇതാ 1 കിലോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാത്തിക്കും വേണം. അപ്പോൾ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ തൊലി കളഞ്ഞ് ആദ്യം ഒന്ന് കഴുകിയിട്ടുണ്ട്, നല്ലോണം മണ്ണുണ്ട് അതിനേമല്ല. അപ്പോൾ ഒന്ന് കഴുകിയിട്ട് പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് ഇതാ ഒക്കെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അച്ചാറിടാനുള്ള ഉലുവ, കടുക്, പിന്നെ വേപ്പിൻ്റെ ഇല അതൊക്കെ നമ്മൾ നല്ലോണം വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇതാ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലെണ്ണയിൽ ഇടണം കേട്ടോ അച്ചാർ. അപ്പോൾ കേടാവില്ല. പിന്നെ അച്ചാറിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ അച്ചാർ ഇടും വേണം കേട്ടോ. അപ്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇഞ്ചിയും പച്ചമുളകൊക്കെ പേസ്റ്റാക്കി വെച്ചിട്ടില്ലേനോ അതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിനും അതിനും കുറച്ച് എടുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അച്ചാറാണ് നമ്മൾ ഇടുന്നത്, എന്നാലും കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു കായം പോലെ കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടായിട്ടുള്ള അച്ചാറായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ തന്നെ മൂത്ത് പ്രോപ്പറായിട്ട് തന്നെ കുക്കാവണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂപ്പൽ വരാനും അതേപോലെ അങ്ങനെ അച്ചാറിൻ്റെ മുകൾ ഭാഗം കണ്ടിട്ടില്ലേ ഒരു പൂപ്പലൊക്കെ പിടിച്ച പോലെ നിൽക്കണ്. അപ്പോൾ അങ്ങനെ കാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അച്ചാർ ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. അതിലുള്ള വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവരുത്. പിന്നെ ഇതാ നമ്മൾ ആദ്യം അച്ചാറിട്ടിരുന്നത് വെളുത്തുള്ളി എണ്ണയിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതേപോലെയാണ് കേട്ടോ അച്ചാറിടൽ. ഇപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ അച്ചാറിടുന്നത്. അപ്പം അതിൽ എണ്ണ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പോൾ ആ എണ്ണയിൽ കടന്നിട്ട് തന്നെ വെളുത്തുള്ളി ഒന്ന് മൂപ്പായിക്കോളും. അപ്പം കുറച്ച് നേരം നല്ലോണം അതിലിട്ടിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് നേരം കുറച്ച് നേരം ഇട്ടിട്ട് വഴറ്റിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കുറച്ച് നേരം ഇട്ട് വഴറ്റിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഒന്നിങ്ങോട്ട് മൂത്ത് വന്നതിന് ശേഷം നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്ന ഒരു സമയത്ത് അതിലേക്കുള്ള പൊടികളും ചേർത്ത് കൊടുത്തു. കാശ്മീരി മുളക് പൊടി, അതേപോലെ എരിവുള്ള മുളക് പൊടി ഞാൻ അധികം ചേർക്കാറില്ല. കാശ്മീരി മുളക് പൊടി തന്നെയാണ് കേട്ടോ അധികം ചേർക്കൽ. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ കായപ്പൊടി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാർ ഇടുമ്പം എണ്ണ നല്ലോണം വേണം കേട്ടോ. എണ്ണ ഇങ്ങനെ മേലെ തെളിഞ്ഞ് നിൽക്കണം, എന്നാലുള്ള അച്ചാർ കേടാവാതെ നിൽക്കും ചെയ്യുക. പിന്നെ അതേപോലെ വെളുത്തുള്ളി അച്ചാറൊക്കെ നമ്മൾ ഇപ്പം ഇന്ന് അച്ചാർ ഇട്ട് വെച്ചാൽ ഒരു 2-3 ദിവസം അത് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലുള്ളൂ മസാലയൊക്കെ നല്ലോണം പിടിച്ചാൽ ഉപ്പും പുളിയും എരിവൊക്കെ നല്ലോണം പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മളിത് ആ വെളുത്തുള്ളിയൊക്കെ അതിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ വെളുത്തുള്ളി അല്ല മസാലപ്പൊടികളൊക്കെ ഇട്ടാണ് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മസാലപ്പൊടികൾ നല്ലോണം മൂത്ത് വരണ്ടേ. അപ്പോൾ ഇതിൽ എണ്ണ അധികം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അച്ചാർ ചീത്തയാവും. അപ്പോൾ ചില ആൾക്കാർ പറയലുണ്ട് നിങ്ങൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ എങ്ങനെ അച്ചാർ ഇട്ടാൽ പൂപ്പൽ വരൂല എന്നൊക്കെ ചോദിക്കും. പക്ഷെ പൂപ്പലൊന്നും വരൂല കേട്ടോ. നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് അച്ചാറിടൽ. യാതൊരുവിധ കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ഒന്നും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ ഇതേപോലുള്ള ഹോം മെയ്ഡ് പിക്കിൾ ഞാനിത് വീഡിയോ ഇട്ടപ്പോഴാണ് മനസ്സിലായത്. ഒരുപാട് ആൾക്കാർ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഓർഡർ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ അച്ചാർ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അന്നത്തെ ദിവസം വെളുത്തുള്ളി അച്ചാറും 5 കിലോ ഇട്ടിട്ടുണ്ട്, ഫിഷ് അച്ചാറും 5 കിലോന് ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ബീഫ് അച്ചാറും 5 കിലോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ബീഫ് തികഞ്ഞില്ല കേട്ടോ. വെളുത്തുള്ളി അതേപോലെ തന്നെ ഫിഷും തികഞ്ഞു.
ബീഫ് അച്ചാർ തികഞ്ഞിട്ടില്ല. പിന്നെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഒരു 4 കിലോ വീണ്ടും അച്ചാർ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വീഡിയോ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഈ ഹോം മെയ്ഡ് പിക്കിളിനൊക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യുമല്ലേ, അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കണം ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ ഞാൻ ആ വീഡിയോസ് ഒന്നും റെഡി ആക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനൊരു സന്തോഷം പറഞ്ഞെന്നുള്ളൂ. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ് കൂട്ടായ്മയായ WCCയുടെ അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിന് കേട്ടോ ഇന്നലെ. നമ്മുടെ നാട്ടിൽ പൂക്കോട്ടുംപാടത്ത് വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമുക്കും അവിടെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള ആളുകളെ വെച്ചിട്ടും ഇങ്ങനെ യൂട്യൂബ് ചാനലിലുള്ള ഓരോ കാറ്റഗറിയിലുള്ള ആളുകളെ വെച്ചിട്ടും ഒരു വോട്ടിംഗ് മത്സരം ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൽ ബെസ്റ്റ് കുക്കിംഗ് ചാനലായിട്ട് നമ്മളെ ഹൈഫ കിച്ചനാണ് കേട്ടോ വോട്ടിങ്ങിലൂടെ ഫസ്റ്റ് കിട്ടിയത്. അപ്പം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. ഞാനാണെങ്കിൽ ആ ലിങ്കൊന്നും ആർക്കും അങ്ങനെ വല്ലാതെ ഷെയർ ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ലേന് കേട്ടോ. എന്നാലും നമ്മളാളുകൾ അറിയാനും തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബെസ്റ്റ് കുക്കിംഗ് ചാനലിനുള്ള അവാർഡ് എനിക്ക് കിട്ടിയപ്പോഴേ എനിക്കറിയില്ല, ഞാൻ ആ വീഡിയോ നാളെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ അത് അനൗൺസ് ചെയ്ത് കേട്ടപ്പോൾ തന്നെ എന്താ പറയുക, ശരിക്കും എനിക്ക് നടക്കാൻ പോലും കഴിഞ്ഞില്ല. നമ്മൾ അവാർഡൊക്കെ വാങ്ങാൻ ചാടി ഓടി പോകുമല്ലോ, എനിക്ക് എന്തോ കാലിനൊക്കെ ഒരു തരിപ്പ് വന്ന പോലെ കേട്ടോ. അത്രയും സന്തോഷമായും ചെയ്ത്. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ ആ വീഡിയോ ഞാൻ നാളെ ഇടുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പം വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ മുന്നേ തന്നെ എടുത്ത് വെച്ചതേന്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി അച്ചാർ ഇട്ടു, അതേപോലെ തന്നെ ഫിഷ് അച്ചാർ ഇട്ടിട്ടുണ്ട്, പിന്നെ ബീഫ് അച്ചാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടണമെങ്കിൽ കുറേ ടൈം എടുക്കും. ഞാൻ പറഞ്ഞല്ലോ ബീഫിൻ്റെതാണെങ്കിലും ഫിഷിൻ്റെതാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചതാണ്. പിന്നെ ഈ ഒരു കാണിച്ചത് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടി ആക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ റെസിപ്പീസ് ആയിട്ടൊന്നും കാണിക്കാത്തത്. പിന്നെ മീനൊക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമായിട്ട് മുള്ളും കാര്യങ്ങളൊക്കെ കളഞ്ഞ് എന്നിട്ടാണ് കേട്ടോ നമ്മൾ അച്ചാറിടുക. അപ്പോൾ നമ്മൾ പേദൽ എന്നാണ് ഞാൻ അച്ചാറിടുന്ന മീനിന് പറയൽ, കേരാന്നൊക്കെ പറയും ചില ആൾക്കാർ. അപ്പോൾ അങ്ങനെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഫും തന്നെ വേവിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് വേവിച്ചെടുക്കും. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കും കേട്ടോ വെന്ത് കഴിഞ്ഞതിന് ശേഷം. പിന്നെയാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറിയ പീസാക്കി കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അച്ചാറിടുക. നമ്മുടെ ബീഫ് അച്ചാറിന് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. ബീഫ് അച്ചാർ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ ഈ വീഡിയോ എടുക്കണം അന്ന് 5 കിലോ ഇട്ട്, പിന്നെ നമ്മൾ പാക്ക് ചെയ്തപ്പോൾ തികഞ്ഞില്ല. പിന്നെ പിറ്റേ ദിവസം വീണ്ടും ഞാനൊരു 4 കിലോന് അച്ചാർ ഇട്ടിട്ടോ. അങ്ങനെ ബീഫ് അച്ചാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അച്ചാർ ഒരു ദിവസം അച്ചാർ ഇട്ട് വെക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ ന്യൂട്രിലഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അച്ചാർ ആദ്യം ഒരു ദിവസം ഇട്ട് വെക്കും, എന്നിട്ട് പിന്നെ നല്ലോണം ചൂടാറി തണുത്തതിന് ശേഷം ബോട്ടിലാക്കുള്ളൂ കേട്ടോ. പിന്നെ എന്നോട് ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് ഇപ്പോൾ കാറ്ററിംഗ് ഇല്ലേന്ന് കമൻറ്റ് ബോക്സിൽ അങ്ങനെ കാണലുണ്ട്. ഇപ്പോൾ കാറ്ററിംഗ് ഒക്കെ നിർത്തിയോ? കാറ്ററിംഗ് നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. കാറ്ററിംഗ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ കൂടെ ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാതെ നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും മന്തിയും അതൊക്കെ തന്നെയല്ലേ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതും അല്ലേ. അപ്പോൾ അങ്ങനെ അച്ചാറിട്ട് വെച്ചു. ഇത് അച്ചാറിട്ട് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ 4 മണിക്ക് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇത് രാവിലെ 8 മണിക്ക് കൊടുക്കേണ്ട ബിരിയാണിയാണ് കേട്ടോ. ടൂറ് പോകുന്ന ആളുകൾക്കുള്ളതാണ്. അപ്പോൾ അവർക്കിത് രാവിലെ 8 മണിയാകുമ്പോഴത്തേന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ ഞാൻ നേരത്തെ തന്നെ ദമ്മിലിട്ട് വെച്ചു. 6 മണിയാകുമ്പോഴത്തേന് ആയപ്പോഴത്തേന് നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിലായിട്ടോ. അതാണ് ഞാൻ കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചല്ലോ, പുറത്ത് വെളിച്ചം വെച്ച് വരുന്നുള്ളൂ. അപ്പോഴത്തേന് ബിരിയാണിയൊക്കെ ദമ്മിലായി. പിന്നെ എൻ്റെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിക്ക് വന്നത്. അപ്പോൾ ഇനി നമുക്ക് കൊടുക്കാനുള്ള അച്ചാറും തൈരും ഒക്കെ അതൊക്കെ പാത്രത്തിലാക്കി. അപ്പോൾ കാറ്ററിംഗ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. കാറ്ററിംഗ് ഒന്നും ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ നിർത്തണമില്ല കേട്ടോ. ഇതേപോലെ ചിലപ്പോൾ ചില ടൈമിൽ നമുക്ക് ഒഴിവുണ്ടാവില്ലല്ലോ, നല്ല തിരക്കുള്ള ദിവസം ആകുമ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പിന്നെ എനിക്ക് കഴിയില്ല എന്ന് പറയില്ല. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ അച്ചാറിട്ടതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പാക്ക് ചെയ്യണം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പം ഇതാട്ടോ ഇനിയിപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണി കൊടുക്കാനുള്ള ടൈം ആയപ്പോൾ തന്നെ ബിരിയാണിയൊക്കെ വന്ന് കൊണ്ടുപോയിട്ടുണ്ടേനി. പിന്നെ ഒന്ന് പുട്ടാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതൊന്നും പിന്നെ കാണിച്ചിട്ടില്ല. അങ്ങനെ പുട്ടും ചായയൊക്കെ ഉണ്ടാക്കി, ചോറും അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കണം. അപ്പോൾ ഇതാ ബോട്ടിലാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളി നമുക്ക് ഇനി ആവശ്യമുണ്ട്. ഉരുളിയിൽ നമുക്ക് ഇനി പിന്നെ ന്യൂട്രിലഡ് ഉണ്ടാക്കണം. അപ്പം
എന്താ കടലൊക്കെ വറുക്കണം എന്നുണ്ടെങ്കിൽ ഉരുളി ഒഴിവാകണം. പിന്നെ അച്ചാർ ഇട്ടുകൊണ്ട് നമ്മൾ വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കലില്ല. ചിലപ്പം ആ ഉരുളി അപ്പം തന്നെ നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തേക്കാണ് കേട്ടോ അച്ചാർ ഇട്ട് വെച്ചതാക്കൽ. അല്ലാതെ അലുമിനിയം പാത്രത്തിൽ ആക്കരുത്. അലുമിനിയം പാത്രത്തിൽ ആക്കിയാൽ എന്താ അറിയോ, ആ പാത്രം കേടുവരും. അലുമിനിയം പാത്രത്തിൽ ആക്കാതൊക്കെ നല്ലത്. പിന്നെ സുർക്കയൊക്കെ ചേർക്കണതല്ലേ. അപ്പോൾ ഇതിൽ തന്നെ അങ്ങോട്ട് ചൂടാറാൻ വെക്കും. പിന്നെ എന്താ അടച്ചു വെക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അടപ്പ് പാത്രം വെച്ചാണ് അടച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അപ്പം തന്നെ എടുത്തുകൊണ്ട് തുറക്കണം കേട്ടോ. അതിൽ വെള്ളം ഉറ്റാതെ ആ വെള്ളം തുടച്ച് കളഞ്ഞിട്ട് വീണ്ടും അതുകൊണ്ട് തന്നെ അടച്ചു വെക്കും. അതല്ലെങ്കിൽ ഒരു വലൻ്റെ ഷാൾ ഇട്ടുകൊണ്ട് അങ്ങനെ അടച്ചു വെച്ചാൽ മതി. എന്നാൽ പിന്നെ പ്രാണികളൊന്നും ചാടൂല്ല. ആ നീരാവി അത് കുറ്റിയാണ്ട് അങ്ങനെ വെള്ളം ആവൂല്ല കേട്ടോ. അപ്പോൾ എനിക്ക് പാക്കിങ്ങിന് ഹെൽപ്പിന് ഇതാ എൻ്റെ നാത്തൂൻ്റെ മക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു രാവിലെ വരും. എന്താ എനിക്ക് എൻ്റെ ടൈം ആകുമ്പോൾ ഞാൻ ഓരോ വിളിക്കും. അപ്പോൾ ഒരു വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും ചെയ്യും. ഞാനിങ്ങനെ ബോട്ടിലൊക്കെ ആക്കി കൊടുക്കാനൊക്കെ കൂടുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ പണികളുണ്ടാവും. അപ്പം എന്താ ഓല് ചെയ്യുന്ന ജോലികൾ ഓല് ഭംഗിയായിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ബോട്ടിൽ കിട്ടാനും ഇല്ല കേട്ടോ. നമ്മൾ ആദ്യം വാങ്ങിയ ബോട്ടിലല്ല ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത്. പോണൊക്കെ ആയതുകൊണ്ട് ബോട്ടിലിന് ഭയങ്കര ക്ഷാമമാണ്. നമ്മൾ 2-3 കടകളിൽ ചോദിച്ചു. അപ്പോൾ അവിടെ ഒന്നും ഇല്ല, ഒക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓണൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓർഡറിനനുസരിച്ചിട്ടുള്ള ന്യൂട്രലോട് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഇൻഷാ അല്ലാ ഇനി നമുക്ക് ബോട്ടിലൊക്കെ കിട്ടിയിട്ട് ഇനിയിപ്പോൾ ഓണ ലീവും ഒക്കെ ആയതുകൊണ്ട് കൊറിയർ ഓഫീസും ഒക്കെ അവധിയേക്കാരം. അപ്പോൾ ഇനി വ്യാഴാഴ്ച ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കണത്. ഇതാ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ പാക്ക് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചിഞ്ചുമോൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓളും നോക്കും. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു 2-3 ദിവസം ഇരിക്കണം, എന്നാലുള്ളൂ അതിൽ മസാലയൊക്കെ നല്ലോണം പിടിക്കട്ടോ. എരിവും പുളിയൊക്കെ നല്ലോണം വെളുത്തുള്ളിമ്മ പിടിച്ച് കിട്ടാൻ. പിന്നെ നമ്മളിപ്പോൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ 3-ാമത്തെ ദിവസമേ അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം എന്താ ഉപ്പും പുളിയൊക്കെ നല്ലോണം പിടിച്ചോളൂ കേട്ടോ. പിന്നെന്താ, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടാത്തതുകൊണ്ടേ എൻ്റെ എല്ലാ എന്താ പറയുക സന്തോഷങ്ങളും നിങ്ങളായിട്ട് പങ്കുവെക്കണതല്ലേ. അപ്പം ഇനി നമുക്ക് നാളത്തെ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയട്ടോ. ഇന്നിപ്പോൾ ഇത്ര തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് 300 ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ. ഇതിൽ നമ്മൾ 250 ഗ്രാമിൻ്റെ അച്ചാറിൻ്റെ ക്യാഷ് ഞാൻ വാങ്ങിക്കണുള്ളൂ. പക്ഷേ ഇത് അളവ് നോക്കുമ്പോൾ അതിലേറെ ഉണ്ടാവും കേട്ടോ. 300 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. പിന്നെ ഇപ്പോൾ ഇൻഡസ് വാലിത്തെ പാത്രങ്ങൾ നമുക്ക് ഇപ്പം അങ്ങനെ വരാറില്ല കേട്ടോ. മറ്റേത് മാസം നമുക്ക് അങ്ങനെ പാത്രങ്ങൾ വന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഗിവ് അവേ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ പാത്രങ്ങൾ ആണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാറ്. അപ്പോൾ ഇപ്പം അതില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ടോപ്പ് കമൻറ്റിൽ വരുന്നവർക്ക് ഗിവ് അവേ എന്തായാലും ഞാൻ നിർത്തൂല. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആണോ വേണ്ടത്, അതല്ല എല്ലാ മാസവും നമ്മളെ ഒരു സബ്സ്ക്രൈബേഴ്സിന് ഒരു 1000 രൂപ വെച്ചിട്ട് എന്താ എല്ലാ മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ട് ടോപ്പ് കമൻറ്റിൽ വരുന്ന ഒരാൾക്ക് 1000 രൂപ വെച്ചാണ്ട് അങ്ങനെ കൊടുക്കുകയാണോ വേണ്ടത്, അതോ ആ പൈസക്കുള്ള ഗിഫ്റ്റ് ആണോ വേണ്ടത്? എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം സാധാരണ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും, ആർക്കായാലും ഇപ്പം ക്യാഷ് കിട്ടിയാൽ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ. അതാണോ വേണ്ടത്, ഗിഫ്റ്റ് ആണോ വേണ്ടത് നിങ്ങൾ പറയട്ടോ. നിങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിപ്പോൾ ഞാൻ വലിയൊരു പൈസക്കാരത്തായിട്ടല്ല കേട്ടോ പറയണത്. കാരണം എന്താ വെച്ചാൽ ഞാനിത് ഗിവ് അവേ മാസം കൊടുത്തുകൊണ്ട് നിന്നതാണ്. അപ്പം ഇപ്പോൾ ആ പാത്രങ്ങൾ വരുന്നില്ല. അപ്പം അത് വിചാരിച്ചിട്ട് നമ്മൾ ഗിവ് അവേ ഞാൻ ഒഴിവാക്കൂല. അതെന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ തരും. അപ്പം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യോണ്ടിട്ടോ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യോണ്ടി. അപ്പോൾ നമുക്ക് ഭൂരിപക്ഷം എന്താണെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുമാണ്, എനിക്ക് കിട്ടണമെന്ന് ചെറിയൊരു പങ്ക് നിങ്ങൾക്കും തരണം, അതാണ് എൻ്റെ സന്തോഷം. ഓക്കെ, അപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ നമ്മളെ ഈ ഒരു ഇതിലെത്തിച്ചത്, നമ്മളെ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് അങ്ങനെ ആയിട്ടാണ് നമുക്ക് ഇതേപോലെയുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതെനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ഒക്കെ തരിക, അതേപോലെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ടോപ്പ് കമൻറ്റിൽ വരുന്ന ആളുകളെ വെച്ചിട്ട് നമുക്ക് ഗിവ് അവേ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. ഗിഫ്റ്റ് ആണെങ്കിലും ക്യാഷ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് കൊണ്ടുപോകാനുള്ള അച്ചാറും ന്യൂട്രലോടും ഒക്കെ പാക്ക് ചെയ്ത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൊറിയർ ഓഫീസ് വഴി അയക്കാനുള്ളതുണ്ട്, പോസ്റ്റ് ഓഫീസ് വഴി അയക്കാനുള്ളതുണ്ട്, അതേപോലെ തന്നെ
DTDC വഴി അയക്കാനുള്ളതുണ്ട്. അപ്പോൾ നാത്തൂൻ്റെ മക്കളും കൂടെ ഉണ്ടായതുകൊണ്ട് ഇപ്പം നല്ല സുഖമാണ് കേട്ടോ. മറ്റത് ഞാനും പോകണ്ടീനി. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് ബാബുവും ചിഞ്ചുമോളും പോവും. പിന്നെ പോസ്റ്റ് ഓഫീസൊക്കെ ഉള്ളത് രാവിലെ കൊണ്ടു കൊടുക്കണം, 11 മണിൻ്റെ മുന്നേ ആയിട്ട് കൊടുക്കണം. അപ്പോൾ അത് രാവിലെ ബാബു കൊണ്ടുപോയി കൊടുക്കും. പിന്നെ കൊറിയർ ഓഫീസൊക്കെ ഉള്ളത് നാത്തൂൻ്റെ കുട്ടികളും കൊണ്ടുപോയി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി കഴിഞ്ഞ് പാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടെ അത്യാവശ്യം ക്ലീനിങ് ഉണ്ടാവും. പിന്നെ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അങ്ങനെ കൊറിയർ ഓഫീസിലേക്ക് പോവല്. അപ്പോൾ ഇപ്പോൾ ഇവർ കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് സുഖമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്ലീനിങ്ങിനാണ് നിന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്